I consider myself a religious person. That doesn't mean I believe in this. I was given this divine touch by my master. One touch, just he touched me like here, and Bol Sitaram. Beggars cannot come to me. Poor people cannot come to me. The gap is too big. I am the rich man's guru. സ്വാമി വിവേകാനന്ദ, ശ്രീനാരായണ ഗുരു, ഇതുപോലുള്ള പല നായകന്മാരെയും ഗുരുക്കളെയും നമ്മൾ കണ്ടതാണ്. ഈ ഗുരുക്കന്മാരും ആചാര്യന്മാരും ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അവർ മതവും ആത്മീയതയും പ്രചരിപ്പിച്ച് ജീവിതത്തിൽ ധന്യമായ തത്വചിന്തകൾ നൽകിയവരാണ്. പണം, പ്രസക്തി എന്നിവയിൽ നിന്ന് അകന്നു നിന്നവരുമാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ പല മോഡേൺ ഗുരുക്കളും അമ്മമാരും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവരെ പലപ്പോഴും കോടീശ്വരന്മാരെയും വലിയ ആശ്രമങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും നടത്തുന്ന ആളുകളായും നമുക്ക് കാണാം. देश के सेव का बना हुआ जूस है, अब ये जूस पियो, ये 85 रुपए का। 85 रुपए में तो आजकल सेव भी नहीं मिलते. ധനസമ്പത്ത്, അധികാരം എന്നിവയിൽ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് കാണാം. And what we are talking about is a $59 billion industry. The number system does not end there, just goes on. നിത്യാനന്ദ അഥവാ അരുണാചലം രാജശേഖരൻ ചെറുപ്പത്തിലെ ആത്മീയ വിളി കിട്ടി എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. Whether you believe or not, I am Paramashiva. I am claiming my reality and your possibility. 2003 നിത്യാനന്ദ ധ്യാനപീഠം എന്ന ആത്മീയ സംഘടന ബാംഗ്ലൂരുവിന് സമീപം സ്ഥാപിച്ചു. ഈ സംഘടന വേഗത്തിൽ വളർന്നു. ലോകത്തിന്റെ പല ഇടങ്ങളിലുള്ള ആളുകളെയും ഇത് ആകർഷിച്ചു. നിത്യാനന്ദയുടെ വ്യക്തിത്വവും തനിക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉണ്ടെന്ന പ്രചരണവും കൂടുതൽ ആളുകളെ ആകർഷിച്ചു. മെഡിറ്റേഷൻ ടെക്നിക്, യോഗ പരിശീലനങ്ങൾ, ചികിത്സാ സെക്ഷനുകൾ എന്നിവ പ്രോത്സാഹിപ്പിച്ച് ഇതിലൂടെ ആളുകൾക്ക് ശാരീരിക, മാനസിക, ആത്മീയ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്തു. Authentic spiritual life, worship, yoga and meditation sessions with Paramahamsa Nityananda. നിത്യാനന്ദ തന്റെ ഉപദേശങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, പുസ്തകങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ എന്നിവയിൽ വ്യാപിപ്പിച്ചു. Then he built his empire of 10,000 crores and you are telling me that he is one of many. And I want to know, ഇവരെങ്ങനെയാണ് ഇത്രയധികം ഫേമസ് ആകുന്നത്? ഏതെങ്കിലും ഇവന്റ് വന്നാൽ സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. சத்யசாய்பாபாவை நான் நேரடியாக நான் பார்க்குறதுக்கு அவர் கூட வந்து 1-to-1 பேசுறதுக்கு 4 தடவை நான் ட்ரை பண்ணியிருக்கேன். പൊളിറ്റീഷ്യൻസ് എന്തിനാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ആൾദൈവങ്ങൾക്കുള്ള മാസ് ഫോളോയിങ് കണ്ടിട്ടാണ്? അതോ ഇവരുടെ ഫോളോയിങ് നിന്ന് നിങ്ങൾക്ക് വോട്ട് ജനറേറ്റ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിലാണ്? ഇതിലൂടെ ആളുകളുടെ മുന്നിൽ ഫേമസ് ആവുകയും കൂടുതൽ ഫോളോവേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. തങ്ങൾക്ക് ദിവ്യശക്തി ഉണ്ടെന്നും നിങ്ങൾ അവരിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ അമ്മ അല്ലെങ്കിൽ ഗുരുവിൽ അർപ്പിച്ചാൽ നിങ്ങൾക്കതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇവരുടെ കാലം അവസാനിച്ചാൽ പുതിയ ആളുകൾ ഈ പ്രൊഫഷനിലേക്ക് എത്തും. ജിതേന്ദ്ര ശാസ്ത്രി, 26 വയസ്സ് മാത്രമുള്ള സ്പിരിച്വൽ ലീഡർ who gained popularity for engaging storytelling and motivational speech. And he is not alone. This is Bole Baba. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം സ്വന്തമായി ആൾദൈവമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തി. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും. സ്വയം പ്രഖ്യാപിത ആൾദൈവത്തെ കാണാൻ ജനസാഗരമെത്തി തിക്കിലും തിരക്കിലും വിട്ട് 97 പേർ മരിച്ചുവെന്ന്. ഇവിടെ ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിനും ഒരു റോളുമില്ല. ചിലരെങ്കിലും ആദ്യം ഓടുന്നത് ഈ ദൈവങ്ങളുടെ അടുത്തേക്കാണ്. मदर को कैंसर माँ बीमार है, 3 साल से दर्द कैंसर नामक रोग बना हुआ, ओमवती को कृपा हो जाएगी, आशीर्वाद है. ഈ ആൾദൈവങ്ങൾ അവരുടെ ചെറിയ ചെറിയ പൊടിക്കകൾ കാണിച്ച് ചിലപ്പോഴൊക്കെ രോഗങ്ങൾ മാറ്റാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ഇത് വിപരീതമായാണ് ഫലിക്കാറുള്ളത്. ഈ രോഗങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ദിസ് ഈസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് പ്ലെസിബോ എഫക്ട്. ഒരു വ്യക്തി ഒരു ഗുളിക പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ആരോഗ്യത്തിന് സഹായമാണെന്ന് പറഞ്ഞാൽ ആ ഗുളിക വെറും ഒരു ഷുഗർ പില്ലായിരുന്നാലും യാതൊരുവിധ ഗുണവും ഇല്ലാതിരുന്നാലും നിങ്ങൾക്ക് ആ ഗുളിക രോഗം ഇല്ലാതാക്കുന്നതായി അനുഭവപ്പെടും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ആ ഗുളിക വേദന ശമിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ബ്രെയിൻ ചില കെമിക്കൽസ് പുറത്തുവിടാൻ ആരംഭിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഈ ദൈവത്തിന് രോഗം വന്നാൽ അദ്ദേഹം ആദ്യം ഓടുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. Neurosurgeons cut through my skull and try to find something and found nothing. ഇതെല്ലാം പറഞ്ഞിട്ടും ആളുകൾ എന്തിനാണ് ഇവരെ തേടി പോകുന്നത്? ആളുകൾക്ക് പെട്ടെന്ന് ജീവിതത്തിൽ വിജയം നേടണം. അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറാൻ അവർ ഈ ബാബകളുടെയും ഗുരുക്കന്മാരുടെയും അടുത്തേക്ക് എത്തുന്നു. ആഗ്രഹങ്ങൾ നിറവേറാനുള്ള വഴികൾ നിർദ്ദേശിച്ച് ഈ ദൈവപുരുഷന്മാർ
ഇവർക്ക് പ്രതീക്ഷ നൽകുന്നു. ഫലം ലഭിക്കാത്ത പക്ഷം അത് നിങ്ങളുടെ പഴയ പാപത്തിന്റെ ഫലമായി കണക്കാക്കപ്പെടുകയും ആത്മീയം തുടരുവാനും നിർദ്ദേശിക്കപ്പെടുന്നു. അനുയായികളെ നിലനിർത്താനും തങ്ങളോടുള്ള ട്രസ്റ്റ് കൂട്ടുവാനും വേണ്ടി ഈ ദൈവപുരുഷന്മാർ ചില മിറക്കിൾസ് പെർഫോം ചെയ്യും. And these cheap performance attract more people. ആളുകൾ ഒന്നിച്ച ആശ്രമങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കൊരു പ്രത്യേക മനഃശാസ്ത്രപരമായ പ്രഭാവം അനുഭവപ്പെടുന്നു. അതിനു കാരണം എന്തെന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ their emotion and behavior started to syncing up. ചിലർ സമാധാനമോ സന്തോഷമോ അനുഭവിച്ചാൽ ആ ഫീലിംഗ് കൂട്ടത്തിൽ പടരുകയും എല്ലാവരും അതേപോലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. നാമം ജപിക്കുന്നതും കൈയടിക്കുന്നതും സംഗീതത്തിന്റെ താളത്തിൽ നീങ്ങുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ ബന്ധം ശക്തമാവുകയും ഐക്യത്തിന്റെ ശക്തമായ ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് ആളുകൾക്ക് ആത്മീയ ഉല്ലാസം അനുഭവപ്പെടുത്തുന്നു. വലിയ കൂട്ടത്തിലായാൽ സെൽഫ് കോൺഷ്യസ്നെസ് കുറയുകയും എല്ലാവർക്കും അവരുടെ ഭാവങ്ങൾ തുറന്നു കാട്ടാനും സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദീസ് ലീഡ് ടു എ മോർ ഇമേഴ്സീവ് ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസ്. ആളുകൾ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ റിപ്പോർട്ടിംഗ് വേരിയസ് കൈൻഡ് ഓഫ് മോളസ്റ്റ്, അസൾട്ട്, കറപ്ഷൻ ആൻഡ് അതർ കേസസ് അഗൈൻസ്റ്റ് ദം കുഡിൻ ഇമ്പാക്ട് ദ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ. സന്തോഷ് മാധവൻ കേരളത്തിലൊരു ആൾദൈവമായിരുന്നു. 2 മൈനർ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് 2009 ഇയാളെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികളെ അന്യായ തടങ്കലിൽ ലൈംഗികമായി പീഡിപ്പിച്ച കുറ്റത്തിന് സന്തോഷ് മാധവനെ 2009 കോടതി 16 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. Self-styled Godman Asaram Bapu in connection with the 2013 rape case. Asaram allegedly raped the woman on several occasions from the year 2001 to 2006 when she was living at his ashram. Convicted rapist self-styled Godman Ram Rahim will be walking out of jail once again. He's having sex with all the young girls. He cannot be a real guru. Why not? Fabulous than having sex with a really spiritual, mystical person. I'm a spiritual playboy. The more we go deep into this, we can find financial fraud, rape, murders, and these whole things a rabbit hole. പഴയകാലത്ത് ബാബ സ്പിരിച്വൽ ഗൈഡ്സ് എന്ന് പറയുന്നത് സാധാരണയായിരുന്നു. ഇക്കാര്യങ്ങൾക്ക് പണമോ ഫീസോ വാങ്ങിയിരുന്നില്ല. ഇറ്റ് വാസ് എ സെൽഫ് സർവീസ്. ബട്ട് നൗ വാട്ട് യു സീ ഫീൽസ് ലൈക്ക് എ ബിസിനസ്. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ കണ്ട ദൈവം ആപത്തിൽ നമ്മളെ രക്ഷിക്കാൻ വരുന്ന കൈകളിലാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് ദീസ്.